എന്നിടത്താ കളി. എന്റെ അമ്മോ! അയ്യോ. ഇത്രയേ ഉള്ളൂ. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നേക്ക്. എടാ തോത്താറാമേ, ഒരു മിനിറ്റ്. നീ എന്തായി കാണിക്കുന്നേ? അതെ അണ്ണ, അണ്ണൻ റെസ്റ്റ് എടുക്കണ്ണ. യുമാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓ എടാ എടാ വിടടാ. എടാ എടാ വിടാൻ. അണ്ണന് വേണ്ടി നിന്നെ വെറുതെ വിടുകയാണ്. എന്നെ നിനക്ക് അറിയില്ല. അല്ല, ഇവിടെ എന്തായി സംഭവിക്കുന്നത്? അതേടാ, ഇവ എന്നോട് ജിം ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. ഈ സ്ഥലം ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. ഞങ്ങൾ വേൾഡ് ടൂറിന് പോയപ്പോൾ ഇയാൾ ഇതിൽ ജിം തുടങ്ങി. എന്തിനാ? എടാ, ഇത് എന്റെ വീടാണ്. ജിം തുറക്കുന്നതും തുറക്കാത്തതും എന്റെ ഇഷ്ടമാണ്. ബിസിനസ് ഒന്ന് പച്ച പിടിച്ച് വന്നപ്പോഴാ എന്നോട് ഒഴിഞ്ഞു പോകാൻ പറയുന്നത്. തോത്താറാമേ, അടിപിടി കൂടാൻ എന്താണ് ആവശ്യമുള്ളത്? ഇതൊക്കെ സംസാരിച്ച് തീർക്കാനല്ലേ ഉള്ളൂ. സംശയമുണ്ടോ? അതേന്നെ, സംസാരിക്കാന്ന് പറഞ്ഞതാ. ദാ നോക്ക്, ഞാൻ കസാര പോലെ ഇട്ടതാ. ഈ കാര്യം സംസാരിക്കാൻ വേണ്ടിയാ നിന്നെ വിളിച്ചോണ്ട് വരാനാ കിറ്റ് അയച്ചതാ. എന്നാൽ യുവമാര് പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഞാൻ യുവമാർക്ക് ഇട്ട് 2 കൊടുത്തു. അണ്ണൻ പറഞ്ഞാ ശരി. യുമാരുടെ കൂം പിടിച്ച് പരത്തണ്ണ. അടിച്ചു പരത്താൻ എന്താടാ അത്? പൊറോട്ട മാവാണെന്ന് വിചാരിച്ചോ? ഞാൻ നിങ്ങളോട് പറയുവാണ്, മര്യാദയ്ക്ക് ഇരുന്ന് സംസാരിക്കണം. ഇനി എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും ഗ്രാമസഭയിൽ സംസാരിച്ചാൽ മതി. ഈ പാല് കുടിച്ചോ? ഇവന്റെ പാലും ഞാൻ കുടിക്കാം. നീ എന്റെ പാല് കുടിച്ചു അല്ലേ? ഇല്ലല്ലോ. കള്ളം പറയുന്ന നീ. ഒന്ന് മതിയാക്കൂ, ഒന്ന് നിർത്തൂ. ഇപ്പൊ ഞാൻ വൃത്തിയാക്കിയതേ ഉള്ളൂ. ഒന്ന് മതിയാക്കൂ. എന്താടാ ഇതൊക്കെ? എന്തിനാ ഫൈറ്റ് ചെയ്യുന്നത്? ആദ്യം പില്ലോ ഫൈറ്റ് തുടങ്ങിയത് ബണ്ണിയാണ്. അതെ, ഞാൻ സാക്ഷിയാണ്. എന്റെ ഗ്ലാസ്സിലുണ്ടായിരുന്ന എല്ലാ പാലും ഇവൻ കുടിച്ചു. എന്ന് വെച്ച് ഇങ്ങനെ അടികൂടണമെന്നുണ്ടോ? നീ വഴക്കൂടിയതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ പാല് കുടിച്ചുകൊണ്ടല്ല ഞാൻ വഴക്കുണ്ടാക്കിയേ. ബന്നി പറഞ്ഞത് ശരി തന്നെയാണ്. ഒരു പക്ഷേ ഹണി പാല് കുടിച്ചില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം തന്നെ ഉണ്ടാവില്ലായിരുന്നു. ആര് വഴക്ക് തുടങ്ങി എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാന വിഷയം. വഴക്കിനുള്ള കാരണം എന്താണ്? അതാണ് പ്രധാന പ്രശ്നം. പ്രശ്നമുണ്ടാക്കിയ വ്യക്തിയാണ് ഇവിടെ പ്രശ്നക്കാരൻ. സംശയമുണ്ടോ? ഒരു സംശയമില്ല. ഇതാ ഈ വലം വെക്കലോട് കൂടി ഇവരുടെ വിവാഹം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഇവരെ ആശീർവദിക്കുക. കുട്ടിമായി വരുന്നുണ്ട്. കല്ല് പെറുക്കി മാറ്റാതെ ആരാണ് പച്ചരി പൊടിച്ചത്? നീ എന്തിനാണ് എന്റെ നെഞ്ചിന് മേലെ തോക്ക് വെച്ചത്? അടികൈ. ഇതുവരെ ഞാൻ 3 ഗ്രാമത്തിൽ മോഷ്ടിക്കാനായി പോയി. പക്ഷെ ഒരുത്തന്റെ അടുത്തും 10 പൈസ പോലും ഇല്ല. ഞാൻ വല്ലാത്ത ദേഷ്യത്തിലാണ്. ഇനി കവിത എങ്ങാനും പറഞ്ഞ നിന്നെ ഞാൻ വെടിവെക്കും, ഒരു ദാക്ഷിണ്യമില്ലാതെ. കുട്ടികളെ ഇങ്ങോട്ട് വരൂ, എക്സസൈസ് കണ്ടിന്യൂ ചെയ്യൂ. ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്. ബൈ. പറഞ്ഞത് കേട്ടില്ലേ? തുടങ്ങിക്കൊള്ളൂ. വേണ്ട വേണ്ട, എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ യോഗ ചെയ്യാൻ പോവുകയാണ്. സംശയമുണ്ടോ?
പോപ്പട്ട് ഒരു മിനിറ്റ് ഇതൊന്ന് പിടിച്ചേ. അല്ല, നിങ്ങൾക്കൊക്കെ ഇത് എന്ത് പറ്റി? എടാ, അടുത്തിരിക്കുന്നവന്റെ ശക്തി എന്താണെന്ന് ഒരിക്കലെങ്കിലും ആലോചിച്ചു നോക്ക്. സംശയട്ടോ? അടിപൊളി. ബോഡി ബിൽഡിംഗ് ചെയ്യാണോ? കിറ്റ് കിറ്റ് നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? പോപ്പറ്റ് അളിയനാ എന്നെ വിളിച്ചത്. അളിയൻ ഇതാണ്. ബണ്ണി, നീയാണോ വിളിച്ചത്? നിന്റെ തലക്കകത്ത് എന്താടാ മണ്ണാണോ നിറച്ചു വെച്ചിരിക്കണേ? തോത്താറാം ചേട്ടൻ പോപ്പറ്റിനെ വിളിച്ചിരിക്കാ. എന്തിനാ വിളിച്ചത്? എനിക്കറിയില്ല. ചേട്ടൻ വിളിക്കാൻ പറഞ്ഞു, ഞാൻ വിളിക്കാൻ ഇങ്ങോട്ട് വന്നു. കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. ഞാൻ പോയിട്ടൊന്ന് കണ്ടിട്ടിങ് വന്നേക്കാം. നിക്കേ. അല്ല, ഒരു ലിഫ്റ്റ് തരുമോ? എന്ന് വെച്ചാ ഞാൻ നിന്റെ പുറത്തിരുന്നോട്ടെ ചോദിച്ചതാ. ഏയ്! ഏയ്! അടിപൊളി. ഏലങ്കേ! എല്ലാവരും സന്തോഷത്തിന് മുഴുകിയിരിക്കുക. ഉടൻ തന്നെ ആയുധങ്ങൾ എടുത്ത് മാറ്റാ. ഇവര് വളരെ അപകടം പിടിച്ച ആൾക്കാരാണ്. സംശയമുണ്ടോ? അതെ ബായ്, എന്നാൽ നമ്മൾ ആരാണെന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കണം. കലക്കി. അങ്ങനെ ഹീറോയിനെ പോലെയാ ഡാൻസ് കളിക്കുന്നത്. എന്നൊന്ന് പറയണോ, ഞാന് ഹീറോയിൻ ആവാൻ ആഗ്രഹിച്ചതാ. ഒരുപാട് സിനിമകളും ഞാനും കണ്ടതാ. ഹീറോയിൻ ആവാൻ കഴിയാത്തോണ്ട് ഞാൻ കൊള്ളക്കാരിയായിട്ട് മാറി. ഒരു ദാക്ഷിണ്യമില്ലാതെ. വക്കീലിനെ പോലെ ഉണ്ടല്ലോ അല്ലേ? അണ്ണനെ കണ്ട ഒറിജിനൽ വക്കീൽ തോറ്റു പോകും. ഞാൻ നിങ്ങളുടെ പരാതി വായിച്ചു. എന്റെ ഈ കണ്ണാടി വെച്ച് എന്താ പ്രശ്നം തോത്താറാം? ഇയാൾ എന്ത് പറയാനാ? ഞാനെല്ലാം പറയാം. ഇയാളുടെ വീട് ഇയാൾക്കുള്ളതാണ്. മറ്റുള്ളവർ വന്നു കയറി താമസിക്കാനുള്ളതല്ല. എന്റെ പൊന്നു സാറേ, ഇവന്മാർ ചെയ്തതൊക്കെ തെറ്റാണ്. സംശയമുണ്ടോ? ആ വീട് ഞങ്ങളുടെ സ്വന്തം വീട് പോലെയാണ്. തോത്താറാം ഉടൻ തന്നെ അവിടുന്ന് ഒഴിഞ്ഞു പോകണം. നോ നോ മീൻസ് നോ. തോത്താറാം ഒരു പ്രാവശ്യം ഒഴിയില്ലെന്ന് പറഞ്ഞാൽ 100 പ്രാവശ്യം ഒഴിയില്ലെന്ന് പറഞ്ഞതുപോലെയാ. നോ മീൻസ് നോ. അയാൾ പല വർഷമായി ആ വീട്ടിൽ ജീവിച്ചിരുന്നത് കൊണ്ട് അയാളുടേതെന്ന് പറയുന്നു. എന്റെ പൊന്നു സാറേ, ഞാൻ 2 ദിവസം പത്മനാഭപുരം കൊട്ടാരത്തിൽ പോയി താമസിച്ചാൽ ആ കൊട്ടാരം എനിക്ക് സ്വന്തമായി തീരുവോ? കേൾക്കണം സാർ, 3 മാസം മുമ്പ്, അതായത് ജൂൺ 5-ന് ഞങ്ങൾ ഇവിടുന്ന് വേൾഡ് ടൂർ പോയി. 8-ാം തീയതി ഞങ്ങൾ സൈബീരിയയിലെത്തി. അതുവരെ ജിം ഉണ്ടാക്കാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ 15-ാം തീയതി ജപ്പാനിലേക്ക് പോയി. പിന്നെ 25-ാം തീയതി ഞങ്ങൾ ആമസോണിലേക്ക് പോയി. എന്നാൽ തിരിച്ചു വന്ന് ഞങ്ങൾ നോക്കിയപ്പോ ഞങ്ങളെ പോലും അറിയിക്കാതെ ഇവിടെ ജിമ്മ് തുടങ്ങിയിരിക്കുന്നു. വർഷത്തിന് മുകളിൽ വർഷം, മാസത്തിന് മുകളിൽ മാസം. ജൂൺ 5-ാം തീയതി, ജൂൺ 7-ാം തീയതി, ജൂൺ 21-ാം തീയതി, ജൂൺ 31-ാം തീയതി. തോത്താറാം അവന്റെ ബിസിനസ് നോക്കൂ അതോ കലണ്ടർ നോക്കൂ? എന്തൊക്കെയാണെങ്കിലും തോത്താറാമിന്റെയാണ് സ്ഥലം. സംശയമുണ്ടോ? മാസത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ജൂൺ മാസത്തിലെ 2-ാമത്തെ ആഴ്ചയാണ് തോത്താറാം ആ സ്ഥലം വാങ്ങിച്ചത്. എല്ലാം പഠിച്ചു വെച്ചിരിക്കല്ലേ? പ്രൊഫഷണലിസം കാണിക്കുന്നവരെ എനിക്ക് വലിയ ഇഷ്ടമാ. വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എങ്ങോട്ട് പോകും? പോകാൻ ഇടമില്ലാത്തവർക്ക് ദൈവം ഒരു സ്ഥലം തരും. ലോകത്തിൽ എന്തുമാത്രം സ്ഥലങ്ങളുണ്ട്, എവിടെയെങ്കിലും തങ്ങിക്കോ. അത് ശരിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പോലും മരത്തിലാണ് താമസിക്കുന്നത്. ഒരു മാന്യമായ ബിസിനസ് തോത്താറാം എന്തിനു വേണ്ടി നിർത്തണം? തോത്താറാമിനെ ഒന്ന് നോക്കൂ. ശാന്തനാണ്, സൽസ്വഭാവിയാണ്, മര്യാദക്കാരനാണ്. അതേ കൂട്ടുകാരാ, മര്യാദക്കാരൻ. അത് മാത്രം ശരിയല്ല. ബസ്സിൽ കയറി ഒരു ടിക്കറ്റ് എടുത്തു എന്ന് വെച്ച് ആ ബസ് നമുക്കൊരിക്കലും സ്വന്തമായി തീരുകയില്ല. അതുപോലെ തന്നെയാണ് ഇതും. ബസ് എന്ന് പറഞ്ഞത് തോത്താറാമിനെയാണ്. സംശയമുണ്ടോ? ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. പറഞ്ഞതൊന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ ഇവൻ ആളൊരു പുലിയാ. തോത്താറാം പുലിയാണോ? ഞാൻ കരുതിയത് വെറും തത്തയാണെന്നാ. എടാ പമ്പര വിട്ടി, അണ്ണൻ തത്വ തന്നെയാ. തോത്താറാം പൊക്കി പറഞ്ഞതാ. എന്റെ ഭായി, ഞാൻ പണ്ടേ ഇങ്ങനെയൊക്കെ തന്നെയാ. അതെ ഭായ്. എന്റെ അമ്മോ, ഇയാൾ അന്നെ കോപ്പി അടിക്കുന്നു. അല്ലല്ലല്ല, 2 പക്ഷികളുടെയും വാദം കേട്ടതിന് ശേഷം ഞാനൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ഇവര് പല വർഷങ്ങളായിട്ട് ആ വീട്ടിൽ ജീവിച്ചിരിക്കാം. എന്നാൽ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ തോത്താറാമാണ്. തോത്താറാം അവിടെ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അത് തീർച്ചയായും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകും. എന്റെ മരത്തിൽ ഒരുപാട് സ്ഥലമുണ്ട്.
വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്ന് താമസിക്കാം. മാത്രമല്ല പക്ഷികൾ മരത്തിലാണ് താമസിക്കേണ്ടത്. ഇനി ആ സ്ഥലത്തിന്റെ അവകാശം തോത്താറാമിന് മാത്രമാണ്. നമ്മൾ കേസ് ജയിച്ചു. അടിപൊളി, സംശയട്ടോ? ഇത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഞങ്ങൾ ഇടിക്കുന്ന ഇടയിൽ തോത്താറാം ഇവിടുന്ന് നാടുവിടും. ഇനി ഒരുത്തനും അവന്റെ ചിറകുകൾ വെച്ച് പറക്കാൻ പാടില്ല. തിരിഞ്ഞു നിക്ക്. ഹേയ്, നിൽക്ക്. വിധി എന്തായാലും പറഞ്ഞു കഴിഞ്ഞതല്ലേ? അതേനെ, പക്ഷെ യുവമാർക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകില്ലല്ലോ. ഇവർക്ക് മനസ്സിലാകണമെങ്കിൽ ദാ ഇതുപോലെ പറഞ്ഞു കൊടുക്കണം. ഇന്നെന്തായാലും നല്ല ദിവസമാണ്. നിങ്ങളോടൊപ്പം ഹണിയുമുണ്ട്. എന്നാൽ ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇൻസ്പെക്ടർ പാണ്ട, ഇൻസ്പെക്ടർ പാണ്ട. കണ്ണാ, എല്ലാരും ഒഴിച്ചല്ലേ, അപ്പൊ ഞാനും ഒഴിക്കും. വേണ്ട. എന്താടാ ഇത്? ഞാൻ എന്താ ഡസ്റ്റ്ബിൻ ആണെന്ന് വിചാരിച്ചോ? സോറി, എന്നോട് ക്ഷമിക്കൂ ഇൻസ്പെക്ടർ പാണ്ട. പരാതി കൊടുക്കാനുള്ള വെപ്രാളത്തിലെല്ലാം തെറ്റിപ്പോയതാ. എന്ത് പറ്റി കണ്ണ സാർ? അവധി കിട്ടിയപ്പോൾ എല്ലാവരും നാട്ടിലേക്ക് പോയി. ഗുഡ്ലി ബായ് എന്ന കൊള്ളക്കാരി എല്ലാം കട്ടുകൊണ്ടുപോയി. അടിക്കായി. ഞാനെന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ കൊച്ചാളിയ? ആ കൊള്ളക്കാരിയെ പിടിക്കാതെ ഞാൻ വിടുകയില്ല. ഒരുപാട് വിളിച്ചു കൂവിയത് കൊണ്ട് ഒരു കാര്യവുമില്ല. കൊള്ളക്കാരിയെ പിടിച്ചില്ലെങ്കിൽ എനിക്ക് ബാങ്കിൽ ജോലിയുമില്ല. അടികൈ. ബാങ്കിൽ പോയാലങ്ങ് ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ. ഒന്നും ഉണ്ടായിരിക്കടാ. ഇൻസ്പെക്ടർ പാണ്ട, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. എന്താ ചെയ്യാ? ഈ കൊള്ളക്കാരി തന്റെ പൂച്ച പരിവാരങ്ങളുമായിട്ട് വന്ന് കൊള്ളയടച്ച് കാട്ടിലേക്ക് മറയുകയാണ്. ഈ കൊള്ളക്കാരി കുട്ട്ലി ബായി പൂച്ചകളുടെ പേരൊക്കെ നശിപ്പിച്ചോണ്ടിരിക്കുക. ഇൻസ്പെക്ടർ പാണ്ട, ആ കൊള്ളക്കാരിയെ പിടിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ആ കാട് അവരുടെ കൈവശമാണ്. അതിലെ എല്ലാ വഴികളും അവർക്കറിയാം. മാത്രമല്ല അവരുടെ കയ്യിൽ തോക്കുമുണ്ട്. അതിനൊക്കെ ഞാൻ വഴിയുണ്ടാക്കാം. നാളെ നിങ്ങളുടെ ടീമും ഞങ്ങളുടെ കൂട്ടുകാരും കാട്ടിലേക്ക് പോകാം. എന്നാൽ അങ്ങ് വരുമ്പോൾ യൂണിഫോം ഇല്ലാതെ വരണം. അതെ ബോയ്, ഞാൻ കുട്ട്ലി ബായെ വിടുകയില്ല. അവൾ കഴിഞ്ഞ ആഴ്ച കൊള്ളയടിച്ച ബാങ്കിലാ ഞങ്ങളുടെ എല്ലാവരുടെയും കാശുണ്ടായിരുന്നത്. ആവശ്യമില്ലാത്ത ചവറുകളെല്ലാം കത്തിക്കണേ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ വീട്ടിലെത്തിക്കണേ. അടികൈ. എന്നാ സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നമുക്ക് ആ ടീമിനെ തന്നെ മൊത്തത്തിലങ്ങ് പോക്കാന്നേ. നിർത്താ. എടാ എടാ, എന്നെ ആരെങ്കിലും താഴെ ഇറക്ക്. മരത്തിൽ നിന്ന് ഇറങ്ങാൻ അറിയില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഇങ്ങനെ മരത്തിൽ കയറി ഇരിക്കുന്നേ? ഇറക്കാനാ പറഞ്ഞത്, തള്ളിയിടാനല്ല. എടാ, നിർത്തുന്നതിന് മുമ്പ് ഒന്ന് വാണിംഗ് ചെയ്ത് നിർത്തിക്കൂടായിരുന്നോ? അല്ല, എന്തിനാ നീ നിർത്തിയത്? നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. കൊള്ളക്കാർ താമസിക്കുന്നത് അവിടെയാണ്. എവിടെയും കാണുന്നില്ലല്ലോ. നിനക്കെങ്ങനെ അറിയാം? കുതിരകളുടെ കാൽപ്പാടുകളുണ്ട് അവിടെ. അങ്ങോട്ട് നോക്ക്. ഇവര് രക്ഷപ്പെടാൻ നോക്കുകയാണ്. നിങ്ങളുടെ പക്കൽ ഒരുപാട് ശക്തിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ എല്ലാവരും എന്റെ ഗ്യാങ്ങിൽ ചേർന്നോളൂ. നമുക്ക് എല്ലാവർക്കും ഈ സിറ്റിയിൽ എല്ലാ കാശും അടിച്ചെടുത്ത് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാം. ഇങ്ങനെ പറയാനായിട്ട് നിനക്ക് നാണമില്ലേ? കൊള്ളക്കാരിയായി മാറി പൂച്ചകളുടെ പേര് നശിപ്പിക്കുകയാണോ? ആരും ഇവിടെ കൊള്ളക്കാരെ ജനിക്കുന്നില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാത്തിനും ഒരു കാരണമുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന്റെ വില എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇൻസ്പെക്ടർ? എന്നെ പിടിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. എപ്പോഴും അത് നടക്കാത്ത ഒരു സ്വപ്നം മാത്രമായിരിക്കും.
രക്ഷപ്പെട്ടു. എന്റെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിക്കഴിഞ്ഞു. സംശയമുണ്ടോ? എന്റെ ഡൈജഷനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ പപ്പാളിപ്പഴം ഞാൻ കഴിക്കും. ഇതെന്റെ ഫേവറേറ്റ് കളറാണ്, അതുകൊണ്ട് ഇത് ഞാൻ തന്നെ കഴിക്കും. കിറ്റി ഡയറ്റിലാണ്. ഈ പപ്പാളിപ്പഴം ഞാൻ അവൾക്ക് തന്നെ കൊടുക്കും. കിട്ടി. കണ്ടോ, നമ്മളുടെ വഴക്ക് കാരണം ഇപ്പോ പഴം അവന്റെ കയ്യിലേക്ക് പോയി. എടാ, പണ്ടത്തെ പഴമൊഴി പോലെയായി. ഈ പൂച്ചകൾ തമ്മിലുള്ള തല്ലുകൾക്കിടയിൽ കൊരങ്ങനെ ലാഭം കിട്ടിയെന്ന് പോലെ. സംശയമുണ്ടോ? സുൽത്താന്റെ മകനാണ് ബാറ്റ്മാൻ. ബാഡ്മാൻ അല്ല, നീ ബാഡ് മങ്കിയാണ്. ഇപ്പൊ സമാധാനായല്ലോ. നമ്മൾ തിന്നേണ്ടത് അവന്റെ കയ്യിലേക്ക് പോയി. അതെ, നമ്മൾ കഴിക്കേണ്ടത് ഇപ്പോ അവന്റെ കയ്യിലേക്ക് പോയിരിക്കുകയാണ്. ഞാനിത് താഴെ വീഴുന്ന പൊട്ടാതിരിക്കാൻ പിടിച്ചു വന്നേ ഉള്ളൂ. ഈ പപ്പാളിപ്പഴം നിങ്ങളുടേതാണ്. എന്നാ വച്ചോ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇപ്പൊ ബാഡ് മങ്കി ഗുഡായി. സംശയമുണ്ടോ? എല്ലാരും നന്നാകാൻ ഒരു ചാൻസ് കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാനും ഇപ്പോൾ നല്ലവനായിട്ട് മാറി. പായസമോ? സോറി, എനിക്കിത് വലിയ ഇഷ്ടമാണ്. ഒരു കുഴപ്പമില്ല, സമാധാനായിട്ട് കഴിക്ക. അടിപൊളി ആഹാരം തന്നെയാണ്. നിങ്ങളും വേണ്ട, കഴിക്കുന്നേ. നീ കഴിക്കുന്നത് കണ്ടപ്പോ തന്നെ ഞങ്ങളുടെ വയറ് നിറഞ്ഞു. എന്നാ ശരി, ആഹാരം ഒരിക്കലും പാഴാക്കരുത്. ഇനി മധുരമൊന്നും ഒരു കുഴപ്പമില്ല. ഡിന്നറിന് എന്തെങ്കിലും ഉണ്ടാക്കിയാ മതി. ശരി, ഞാൻ പോയിട്ട് വരാം. വല്ലാതെ ഉറക്കം വരുവാ. നീ ഉറങ്ങാനായി പോവേണ്ട എന്ത് ആവശ്യമാണുള്ളത്? ഇവിടെ തന്നെ AC ഇട്ട് അങ്ങ് കിടന്നോ? വേണ്ട വേണ്ട, ഞാൻ കൂട്ടുകാർക്ക് ഒരിക്കലും ശല്യമാവുകയില്ല. കറണ്ട് ബില്ല് എന്തിനാ വേസ്റ്റ് ആക്കുന്നത്? കർത്താ, ഞാൻ എല്ലാവരുടെയും സുഹൃത്താ. നിങ്ങൾ 4 പേരും മണ്ടന്മാരാണ്. ഞങ്ങൾ എങ്ങനെയാ മണ്ടന്മാരായത്? അതെങ്ങനെ എനിക്കറിയാം. അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ മണ്ടൻ എന്ന് പറഞ്ഞത്? അതെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ആ കൊരങ്ങൻ അവന്റെ കൂട്ടുകാരുടെ അടുത്ത് പറയുകയായിരുന്നു. ഫ്രണ്ട്ഷിപ്പിന്റെ പേരില് ആ 4 മണ്ടന്മാരുണ്ടല്ലോ, അവന്മാരെ ഞാൻ പറ്റിച്ചു. ആ ഹണി ബണി, പോപ്പട്ട്, പിന്നെ ജോർദാർ. അവന്മാര് പറയാ ഞാൻ നല്ലവനാണ്. ഞാൻ അവന്മാരെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ അങ്ങ് പറ്റിച്ചു. എന്നാലും അവൻ നമ്മോട് ഇത് കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവന് വെറുതെ വിടരുത്. മണ്ടന്മാരുള്ളത് വരെ കബളിപ്പിക്കുന്നവർ കബളിപ്പിച്ചുകൊണ്ടേയിരിക്കും. സംശയമുണ്ടോ? എന്തായാലും അവൻ ഡിന്നറിന് വരുമല്ലോ. അവന് കൊടുക്കുന്ന ഡിന്നറ് അവൻ ജീവിതത്തിൽ മറക്കരുത്. ഇന്ന് രാത്രി കാണിച്ചു കൊടുക്കാം. അല്ല കൂട്ടുകാരാ, എന്തിനാ ജനവഴി വന്നത്? ഡോർബെല്ല് അടിച്ചിട്ട് മുന്നിലൂടെ വന്നൂടായിരുന്നോ? വിനാശകാലെ വിപരീത ബുദ്ധി. സംശയമുണ്ടോ? വേഗം വാ, ആഹാരം കഴിക്കാം. പാലക് പനീർ. ഇത് പാലക് പനീരല്ല, പച്ചമുളകിന്റെ പേസ്റ്റ് ആണ്. ഇത് എന്നോട് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? നിനക്ക് നൃത്തം വലിയ ഇഷ്ടമല്ലേ? എന്നാ ഇപ്പൊ കണ്ടോ ചവിട്ട നാടകം. നിങ്ങളൊക്കെ ആരാണ്? പോലീസ്, 4 വശത്തു നിന്നും നിന്നെ ഞങ്ങൾ വളഞ്ഞിരിക്കുകയാണ്.
എന്നെ പിടിക്കാനായി പോലീസ് സേനയിൽ ഇതുവരെ ആരും തന്നെ ജനിച്ചിട്ടില്ല. വേഗം ആയുധങ്ങൾ എടുക്ക്, ഇവരെ ഒരു പാഠം പഠിപ്പിക്കണം. പശുവിനെ കെട്ടാനായി അടിച്ചു വെച്ചു കുറ്റി. നിന്റെ തോക്കുകൾ ഞങ്ങൾ നേരത്തെ എടുത്തു മാറ്റി. അടികൈ. നിന്നെയൊക്കെ കൈകാര്യം ചെയ്യാനായി എന്റെ കൈകൾ മാത്രം എനിക്ക് മതിയാവുന്നതായിരിക്കും. പോലീസുകാരനെ തന്നെ തല്ലുകയാണോ? തല്ലുമ്പോൾ ഞാൻ ആരാണെന്ന് നോക്കാറില്ല. നന്നായിട്ട് തല്ലും, ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ. ആഹാരം നന്നായിട്ട് കഴിക്കണമെങ്കിൽ ഉണ്ടാവണം കറി. എന്നെ തല്ലുന്ന എന്തിനാ? ഞാനൊരു റഫറിയാണ്. അടി. അടി കയ്യെന്നാ ഞാൻ പറഞ്ഞത്. എന്റെ കവിളടിച്ച് പരത്താനല്ല. ഞാനൊരു പാവാ.